ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ചിന്തകൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നത് അപ്പോൾ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കാം. കുറേ പേര് സെപ്പറേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഒരു റീജോയിൻ എന്നൊരു സിറ്റുവേഷനിലാണ് കുറേ പേര് നിൽക്കുന്നത്. റീജോയിൻ എന്ന് പറഞ്ഞാൽ ഒരു 6 to 7 month ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോയിനിങ് ആവുന്നുണ്ടെങ്കിൽ പോലും ചെറിയ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് മാറുന്നില്ല. കാരണം അവർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുറപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് തോന്നുന്നു, എന്നാൽ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ അവസ്ഥ. തുടരണോ, നിൽക്കണോ, പോകണോ, വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് കുറേ പേരുള്ളത്. അതുപോലെ തന്നെ മറ്റു കുറച്ച് പേര് ഇതുവരെ കോണ്ടാക്റ്റിലാകാത്തതിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുമുണ്ട്. കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ മെസ്സേജസ് ഒന്നും വരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ടാരോ ട്രീഡിംഗ് ഒക്കെ കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്തിട്ടും ഇതുവരെ ഒരു റിപ്ലൈയും വരാതെ കുറേ ആൾക്കാർ അവരുടെ ഒരു എനർജി കാണുന്നുണ്ട്. അതുകൂടാതെ മാരേജ് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഏകദേശം ഒരു മാരേജ് ഫിക്സ് ചെയ്ത് 3 or 4 months മാരേജൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടും അതിൻ്റെ ഇടയ്ക്ക് സെപ്പറേഷൻ വന്നിട്ട് ഒരു സൗന്ദര്യ പിണക്കമെന്ന രീതിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുമൊക്കെ ഇത് കാണുന്നവരുണ്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഈ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെറിയ ലൈറ്റായിട്ട് കോണ്ടാക്റ്റ് തുടങ്ങുന്നവരുടെ കാര്യത്തിൽ നിങ്ങൾ ഈ റിലേഷനിൽ തുടർന്ന് നിൽക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം, അല്ലെങ്കിൽ അതിൽ കൂടുതലും ട്വിൻ ഫ്ലെയിമിൻ്റെ സൈൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ട്രിഗേഴ്സ് ഉണ്ട്, ട്രോമാസ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നത് ദിവസം എന്ന രീതിയിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നായിരിക്കാം ഒരു 2-3 weeks മുന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളിപ്പോൾ കുറച്ചുകൂടി ബോൾഡായിട്ടുണ്ടാവാം, അവരില്ലേലും കുഴപ്പം ഇല്ല എന്നൊരു സ്റ്റേജിൽ, ആ സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ എത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്നത് ഒരു അവഗണനയല്ല. ശരിക്കും അവർ നിങ്ങളോട് ഒരു ഡ്രാമയാണ് കാണിക്കുന്നത്. കാരണം ശരിക്കും അവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, നിങ്ങൾ അവരിലേക്ക് അറ്റാച്ച്ഡ് ആയപ്പോൾ അവർ നിങ്ങളിൽ തന്നെ ചുറ്റിപ്പോകുന്നു എന്നത് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, പക്ഷെ അവരൊരു കാരണവശാലും അത് പുറത്ത് കാണിക്കത്തില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഒരിക്കലും നിങ്ങൾ അവരോടടുക്കുന്നത് അവർക്കിഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ 4 ഇരട്ടി ഇഷ്ടം നിങ്ങളോടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് കാണിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരുടെ ലോകം നിങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് കൂടുതൽ വലിച്ച് നിങ്ങൾ അടുപ്പിക്കുമെന്നുള്ളൊരു ഭയമുണ്ട്. അതുപോലെ ഇത് കാണുന്ന കുറേ പേരെങ്കിലും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സ്നേഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ നിങ്ങൾക്കൊപ്പം തന്നെ ഫാമിലി കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും അവരുടെ ഫാമിലിയുമായിട്ട് കൂടിക്കലരാതെ രണ്ടും ബാലൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഫാമിലി നഷ്ടപ്പെടുമെന്ന പേടിയുണ്ടാവും. അതൊരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുക്കുന്ന സമയത്ത് അവർക്ക് ഫാമിലിയിലുള്ള ശ്രദ്ധ കുറയും, അത് അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അവർ വീർപ്പ് മുട്ടലാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് വലിയ നല്ല രീതിയിലുള്ളൊരിഷ്ടമുണ്ട്. നിങ്ങളീ പറയുന്ന പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ പക്ഷേ കൺഫ്യൂസ്ഡാണ്, ഇത് വേണോ വേണ്ടയോ, അവർ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളും വകവയ്ക്കുന്നില്ല, അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല, അവർ പാഞ്ഞ് നടക്കുന്നു, ഫോൺ ഓഫാക്കി വെക്കുന്നു, കോൾസ് സ്വീകരിക്കുന്നില്ല, മെസ്സേജസ് റീഡ് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സൺസ് നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക,
അവർ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ ആണ്. അതൊന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങളിലേക്ക് വന്നാൽ അവർ നിങ്ങളിലായി പോകുന്നുള്ള ഭയവുമുണ്ട്. ഇനി നോ കോണ്ടാക്റ്റിലുള്ള പേഴ്സൺസിൻ്റെ റീഡിങ് എന്ന് വെച്ചാൽ അവർ പൊതുവെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു ഗ്യാപ്പ് വേണമെന്നാണ് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു 50-50 ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുമായിട്ട് നേരത്തെ നടന്ന വഴക്കുകളാണ് അവരുടെ മനസ്സ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല രീതിയിലൊരു ഗ്യാപ്പ് ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് നിങ്ങളെ വിട്ടു പോകണമെന്നില്ല. ഇപ്പം നിങ്ങൾ ചെന്നിട്ട് ചോദിക്കുക എന്നെ വേണ്ട, നിങ്ങൾക്ക് വേറെ റിലേഷനായോ കണക്ഷനായോ അല്ലെങ്കിൽ ഒരുപാട് പേരോട് കണക്ഷൻസ് ഉള്ള ആൾക്കാരൊക്കെ നോ കോണ്ടാക്റ്റിൽ നിൽപ്പുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും, അയാളോടല്ല സ്ത്രീയോട് അവർക്ക് കണക്ഷൻ റിലേഷനായി, അപ്പോൾ അതുകൊണ്ടാണ് എന്നെ മിണ്ടാത്തതെന്ന് വെച്ചാൽ അവരങ്ങനെയല്ല. അവർ കൺഫ്യൂസ്ഡാണ്. അത്തരം ആൾക്കാരുടെ പേഴ്സൺസ് കൺഫ്യൂസ്ഡാണ്. അവർക്ക് വേണം വേണ്ട. എന്നാൽ നിങ്ങളെ വേണ്ടാന്ന് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രിഗർ യൂണിവേഴ്സ് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ വേണ്ടാന്ന് തോന്നും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ആക്കാം എന്ന് വിചാരിക്കുമ്പോൾ അവർക്കെന്താ പറയുക, അവർക്ക് മനസ്സിലൊരു പേടി. അപ്പം അവരത് പിൻവലിക്കും. അതാണ് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നവർ. പക്ഷേ ആ അവസ്ഥയ്ക്ക് മാറ്റം വരും. നെക്സ്റ്റ് ഒരു 3-4 ഡേയ്സ് ഓർ 3-4 വീക്സിനുള്ളിൽ നല്ലൊരു മാറ്റം നോ കോണ്ടാക്റ്റുകാർക്ക് വരും. അതായത് ഒരു 1 year to 6 yearനുള്ളിൽ വരെ നോ കോണ്ടാക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 3 to 4 വീക്സിനുള്ളിൽ എന്തെങ്കിലുമായിട്ടൊരു സയൻസോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരിക, അതൊക്കെ ഉണ്ടാവും. എന്താ പറയുക, ഇതുവരെ നോക്കിക്കോളൂ. ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജൊക്കെ ഇട്ട് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറുപടി വരും കേട്ടോ. എന്ന് വെച്ചിട്ട് ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അങ്ങനെയല്ല, ഒരു ഹായ് ജസ്റ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർക്ക് ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് പേരുടെ പേഴ്സൺസ് എന്ന് പറയുന്നത് അവർക്ക് മാരേജിനെക്കുറിച്ച്, നിങ്ങളെ മാരേജ് ചെയ്യുന്നതിനെക്കുറിച്ച് അവരുടെ വീട്ടിൽ പറയാൻ ചെറിയൊരു പ്രയാസം, അങ്ങനത്തെ എനർജിയുള്ള പേഴ്സൺസ് ഉണ്ട്. കാരണം അവർക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരുടെ സെക്കൻഡ് ലവറോ തേർഡ് ലവറോ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും തോന്നുന്നു. അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ലവറിനെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞിട്ട് അവർ കാരണം ഇവർക്ക് ഒരു പറയാൻ ഭയമോ അല്ലെങ്കിൽ നിങ്ങളും ചീറ്റ് ചെയ്യുക എന്നുള്ള ഭയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ പേഴ്സൺസിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം എന്താ പറയുക, നിങ്ങളുടെ ബന്ധത്തിൽ വിശ്വാസ്യത കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള നെർവസ് ആയിട്ടുള്ള പേഴ്സൺസാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ അവരോട് നിങ്ങളുടെ കാര്യത്തിലൊരു വിശ്വാസ്യത നിങ്ങൾ കൊണ്ടുവരിക. 100% നിങ്ങൾ സിൻസിയർ ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ഈ സെപ്പറേഷനായിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിൽക്കുന്ന കുറച്ച് ടിൻ ഫ്ലെയിംസിൻ്റെ എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ ചിലരുടെ പേഴ്സൺസ് നിങ്ങളോട് കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. ആ ഡൗട്ട്ഫുള്ളിന് കാര്യം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല, അവർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഭവിക്കുന്നുള്ള വ്യക്തതയില്ല. എന്തായാലും വിഷമിക്കേണ്ട. നിങ്ങൾക്കും ഒരു 2-3 ഡേയ്സിനുള്ളിൽ മാക്സിമം 48 hours ശേഷം എന്തായാലും നിങ്ങൾക്ക് അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊരവസരം യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട്. അത് നിങ്ങൾ സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക. എന്താ പറയുക, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. അതിനപ്പുറം നിങ്ങൾ മറുപടിക്കായിട്ട് പോകണ്ട. പിണക്കം തീർത്ത് അവർ വരുമ്പോൾ അവർ പറയുന്നത്, കാരണം അവരുടെ ലൈഫിൽ ഒരു 1 വീക്കിനുള്ള ഒരു ട്രാജഡിയൊക്കെ സംഭവിച്ചിട്ടുണ്ടവരുണ്ടാകാം. അങ്ങനെ ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നവരുണ്ടാകാം. അപ്പോൾ ചിലർക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളുമായിട്ട് പിണങ്ങുന്ന സമയത്ത് അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് പ്ലേസിലോ അല്ലെങ്കിൽ അവരുടെ സ്റ്റഡിങ് പ്ലേസിലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ അവർക്കൊരു ട്രാജഡി അല്ലെങ്കിൽ അവർക്ക് വിഷമം വരിക നിങ്ങളോട്. അപ്പം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പ്രാഗിയിട്ടാണോ എന്നൊക്കെ ദേഷ്യപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് നിങ്ങളുടെ എനർജി ചേഞ്ച് ആകുമ്പോഴത്തേക്കും അവർക്ക് അതിൻ്റേതായ സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങളോട് സംസാരിക്കും. കാരണം അവരിപ്പോൾ തന്നെ സംസാരിക്കാനായിട്ട് ആഞ്ഞു വരികയാണ്. പക്ഷേ എന്താ പറയുക, അവർക്കുള്ളിലുമുള്ള ചില വിഷമങ്ങളും വാശികളും ഒക്കെയാണ് അതിനെ തടസ്സപ്പെടുന്നത്. എന്നാൽ പോലും 2-3 ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കോണ്ടാക്റ്റ് ഉണ്ടാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.